നാം നിൽക്കുന്ന ഈ റജബിന്റെ അവസാന വടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കടങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ ഒരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യൂസുഫ് നബഹാനി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ആരൊരുവൻ റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച മിമ്പറിന്മേൽ അവിടെ നിന്ന് ഖതീബ് നിൽക്കുന്ന സമയത്ത്, അതായത് ഖുതുബ ഓതുന്ന സമയം നല്ല പറയുന്നത്, മിമ്പറിന്മേൽ എന്ന് പറഞ്ഞാൽ മിമ്പറിൽ കയറുന്ന സമയത്ത് മതി അഹ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആരെങ്കിലും 35 തവണ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് പിറ്റേ വർഷം വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും ദാരിദ്ര്യം ഉണ്ടാകുകയില്ലെന്നും, അവൻ അതുമാത്രമല്ല വളരെയധികം അവന്റെ കച്ചവടങ്ങളിലും വീടിലും എല്ലാത്തിലും ഐശ്വര്യവും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റുകൊടുക്കുമെന്ന് യൂസുഫ് നബഹാനി തങ്ങൾ തന്റെ കിതാബുകളിൽ എഴുതി ചേർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ മനുഷ്യന്മാരെ, ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നേ? ചൊല്ലൂലേ? എന്നാലും നിങ്ങൾ ചൊല്ലിയിട്ടും നിങ്ങൾ കൂടുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ അറിയോ, ഓമ നിങ്ങളുടെ കടം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വന്ന് ഓമ നിങ്ങളെ കടം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മുഖം കറുപ്പിക്കാതിരിക്കാൻ, കള്ളം പറയാതിരിക്കാനൊക്കെ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പറഞ്ഞു കൊടുക്കൂലേ? എന്താണ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തേ മുഹമ്മദ് റസൂലുള്ളാഹ് വെള്ളിയാഴ്ച ഇമാമ മിമ്പറിന്മേൽ നിൽക്കുന്ന സമയത്ത്, അതായത് മിമ്പറിൽ കയറുന്ന സമയത്ത് 35 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അവിടെ നിന്ന് ദാരിദ്ര്യം പിടിപെടുകയില്ലെന്നും മാത്രമല്ല ബർക്കത്തുണ്ടാകുമെന്നും യൂസുഫ് നബഹാനി തങ്ങൾ തന്റെ കിതാബുകളിൽ എഴുതുന്നതായിട്ട് അവിടെ നിന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദിക്ർ പതിവാക്കണം. എന്നാൽ നമുക്ക് കടങ്ങളും നമ്മുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരത്രയും ഇത് ചെല്ലാനും ഇത് നമ്മുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാനും നാം ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ആരെങ്കിലും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ?